സുനിൽ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിലാണ്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശ്വപ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. അതുപോലെ മൂകാംബിക ഭഗവതിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണിത്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പെരുമ കൊണ്ടും വൈവിധ്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യ ഭൂമിയാണ് ഈ ക്ഷേത്രം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടന്നു വരാറുള്ള മകം തൊഴിൽ വിശ്വപ്രസിദ്ധമാണ്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ഭക്തജനങ്ങൾ മകം തൊഴാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസം നടന്നു വരുന്ന ഉത്രം തൊഴിലും പ്രശസ്തമാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഈ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ മാതൃദേവതയായ ശ്രീ ഭഗവതിയാണ്. ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും ഇവിടെ ആരാധിക്കുന്നു. ഇവിടെ വരുന്ന ഭക്തർ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രമാണ് ഉരുവിടുന്നത്. ഭഗവതിയെ 3 രൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നു. സരസ്വതി ദേവി, ശ്രീ ഭദ്രകാളി, ശ്രീ ദുർഗ എന്നിവയാണ് ആ 3 ഭാവങ്ങൾ. ഈ 3 ഭാവങ്ങളും ഉള്ളതിനാൽ മാനസിക അസ്വസ്ഥതകൾ ഉള്ള ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ചോറ്റാനിക്കര കീഴ്ക്കാവിൽ ക്ഷേത്രത്തിലെ ഗുരുതി പൂജ പ്രശസ്തമാണ്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ പ്രശസ്തമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം പണ്ട് കൊടും കാടായിരുന്നു. ഒരുപാട് മല അരയന്മാർ ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ തലവനായ കണ്ണപ്പൻ അതിക്രൂരനും നീചനുമായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവയിൽ ലക്ഷണം ഒത്ത പശുവിനെ കാളിക്ക് ബലി കൊടുക്കുന്നതായിരുന്നു അയാളുടെ ഇഷ്ടവിനോദം. കണ്ണപ്പന്റെ ഭാര്യ മരിച്ചതിന് ശേഷം അയാൾക്ക് ഒരു മകളും അനുചരന്മാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം കണ്ണപ്പന്റെ കുടിലിലേക്ക് ഒരു പശുക്കുട്ടി സ്വയമേവ കടന്നു വന്നു. തേജോമയിയായിരുന്നു അതിന്റെ രൂപം. കണ്ണപ്പന്റെ മകൾ ആ പശുക്കുട്ടിയെ അരുമയായി വളർത്തുവാൻ തുടങ്ങി. ഈ സമയത്ത് കണ്ണപ്പന് മറ്റു പശുക്കളെ ഒന്നും കിട്ടാതെയായി. അയാൾ മകളുടെ പശുവിനെ ബലി കൊടുക്കുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ മകൾ ആ ക്രൂരകൃത്യം തടഞ്ഞു. അങ്ങനെ കണ്ണപ്പൻ പശുബലി നിർത്തി. പിന്നീട് അയാൾ കായ്കറി തോട്ടവും കൃഷിയുമൊക്കെയായി കഴിഞ്ഞുകൂടി. എന്നാൽ അയാൾ മുൻപ് ചെയ്ത പാപത്തിന്റെ ഫലം അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു. അതോടെ അയാൾക്ക് ജീവിതത്തോട് വെറുപ്പായി. അപ്പോഴും മകളുടെ പശുക്കുട്ടിയെ പരിപാലിച്ച് അയാൾ ജീവിച്ചു പോന്നു. ഒരു ദിവസം കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു. പശുക്കുട്ടി തൊഴുത്തിൽ ശരിയായി കിടക്കുന്നു എന്ന സ്വപ്നമാണ് അയാൾ കണ്ടത്. തൊട്ടടുത്ത് ഒരു സന്യാസിയും ഉണ്ടായിരുന്നു. സന്യാസിയുടെ ചുണ്ടിലും നാമമന്ത്രങ്ങളാണ് ഊരുവിട്ടിരുന്നത്. പിറ്റേ ദിവസം കണ്ണപ്പൻ ഉണർന്നു നോക്കിയപ്പോൾ സ്വപ്നം സത്യമായി കണ്ടു. കൂട്ടത്തിൽ സന്യാസിയും ഉണ്ടായിരുന്നു. സന്യാസി കണ്ണപ്പനോട് പറഞ്ഞു, നീ ഒരു പുണ്യപുരുഷനാണ്. സാക്ഷാൽ ജഗദംബിക തന്നെയാണ് പശുവായി നിന്റെ തൊഴുത്തിൽ കഴിഞ്ഞുകൂടിയത്. തൊട്ടടുത്ത മറ്റൊരു ശില നോക്കൂ, അത് സാക്ഷാൽ വൈകുണ്ഠനാഥനാണ്. ഉടനെ തന്നെ ഇവിടെ ആരാധന തുടങ്ങണം, നിനക്ക് മോക്ഷം ലഭിക്കും. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി അപ്രത്യക്ഷനായി. സന്യാസി പരശുരാമനാണെന്നാണ് വിശ്വാസം. തുടർന്ന് കണ്ണപ്പനും അനുചരന്മാരും തൊഴുത്ത് മുഴുവൻ വൃത്തിയാക്കി പൂജകൾ ചെയ്ത് കാലം കഴിച്ചുകൂട്ടി. അവസാനം അയാൾക്ക് ലക്ഷ്മി നാരായണ ദർശനം ലഭിച്ചു. ഭഗവാനും ഭഗവതിയും ഇങ്ങനെ അരുളി ചെയ്തു, മക്കളെ, നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പുണ്യക്ഷേത്രം ഉയർന്നു വരും. ഭക്തകോടികൾ എത്തുന്ന ഒരു പുണ്യ സങ്കേതമായി അത് മാറും. ഈ ജന്മത്തിലെ പുണ്യകർമ്മം മൂലം വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ അവസരമുണ്ടാവും. ഇത്രയും പറഞ്ഞ് അവർ അപ്രത്യക്ഷരായി. അവിടെ 2 സ്വയംഭൂ വിഗ്രഹങ്ങൾ ഉയർന്നു വന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കണ്ണപ്പൻ മരിച്ചുപോയി. അയാളുടെ കാലശേഷം മല അരയന്മാർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ഒരു ദിവസം പുല്ല് ചെത്താനായി കുറെ പുലയ സ്ത്രീകൾ ഇവിടേക്ക് വന്നു.
അവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാൻ ഒരു കല്ലിൽ ഉരസിയപ്പോൾ രക്തപ്രവാഹം ഉണ്ടായി. ഉടനെ തന്നെ അവിടുത്തെ നാട്ടുപ്രമാണിയായ ഏറാട്ട് മനക്കൽ നമ്പൂതിരിയെ വിവരം അറിയിച്ചു. ജ്യോത്സ്നൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ കണ്ണപ്പൻ പൂജിച്ച വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ നമ്പൂതിരി നിവേദ്യം ചിരട്ടയിൽ സമർപ്പിച്ചു. ഇപ്പോഴും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് സമർപ്പിക്കുന്നത്. ചോറ്റാനിക്കരയിൽ 2 ക്ഷേത്രങ്ങളുണ്ട്, മേൽക്കാവും കീഴ്ക്കാവും. അവയിൽ മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. അതുതന്നെയാണ് ചോറ്റാനിക്കര ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കിഴക്കേ നടയിൽ സ്വർണ്ണക്കൊടിമരമുണ്ട്. അതിനു മുന്നിൽ വലിയ ആനക്കൊട്ടിലുമുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ സ്ത്രീമൂല സ്ഥാനമാണ്. ഇവിടെ ഒരു പവിഴമല്ലി തറയുണ്ട്. ഭഗവതി ആദ്യം ഇരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. കൊടിമരത്തിന് പുറത്ത് ബലിക്കൽ പുര, രുദ്രാക്ഷശില എന്ന അത്യപൂർവ ശിലയിൽ തീർത്ത സ്വയംഭൂ വിഗ്രഹമാണ് ഇവിടെ മൂലപ്രതിഷ്ഠ. അതിലൊരു സ്വർണ്ണ ഗോളിക ചാർത്തിയിട്ടുണ്ട്. ശ്രീ രക്താങ്കിത പീഠത്തിൽ കാലുകൾ രണ്ടും താഴ്ത്തിയിരിക്കുന്ന 2 കൈകൾ വരദായക മുദ്രാങ്കിതങ്ങളാണ്. കൃഷ്ണശിലാ നിർമ്മിതമായ സ്വയംഭൂ വിഗ്രഹത്തിന് വിശേഷാലാകൃതിയൊന്നുമില്ല. കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ. ശ്രീകോവിൽ വളരെ ചെറുതാണ്. മുന്നിൽ നമസ്കാര മണ്ഡപവും ഉണ്ട്. തെക്ക് ഭാഗത്ത് നവരാത്രി മണ്ഡപവും വെടിക്കെട്ട് പുരയും ഉണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീമൂലസ്ഥാനത്തിനടുത്ത് ശിവന്റെ ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ശിവന്റെ ശ്രീകോവിലിനടുത്ത് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. തൊട്ടടുത്ത് നാഗദേവതയും ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും കുടികൊള്ളുന്നു. ഒരു കാലത്ത് വേന്തനാട് എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു ഈ പ്രദേശം. മന്ത്രതന്ത്രാദികളിൽ വിദഗ്ധരായ നിരവധി നമ്പൂതിരിമാർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അവരിലെ പ്രധാനി എടാട്ട് നമ്പൂതിരിയായിരുന്നു. പൂജയും മറ്റും നടത്തി വന്നിരുന്നത് അദ്ദേഹമായിരുന്നു. പിന്നീട് ക്ഷേത്രപൂജകൾക്കായി അയനിക്കാട് നമ്പൂതിരിയെ കൊണ്ടുവരികയും ക്ഷേത്രഭരണം കൂടി ഏൽപ്പിക്കുകയും ചെയ്തു. കാലക്രമേണ ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരികയും കൊച്ചി രാജകുടുംബത്തെ ഈ ക്ഷേത്രം ഏൽപ്പിക്കുകയും ചെയ്തു. 1950 കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിന്റെ ഭരണഭാരം ഏറ്റെടുത്തു. പണ്ഡിതനായ കാക്കശ്ശേരി ഭട്ടതിരി മോക്ഷം പ്രാപിച്ചത് ഇവിടെ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കാക്കശ്ശേരി മണ്ഡപം വടക്ക് പടിഞ്ഞാറേ മൂലയിലുണ്ട്. ഇവിടെ അടുത്തുള്ള പള്ളിപ്പുറത്ത് മനക്കാരുടെ കുടുംബ പരദേവര ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ഇവിടെ മുറജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചോറ്റാനിക്കര അമ്മയുടെ പരമഭക്തനായ ചെമ്മക്കാട്ട് നരസിംഹ ഭട്ടതിരിക്ക് ഒരിക്കൽ സ്വപ്ന ദർശനം ലഭിച്ചു. അതും പ്രകാരം അദ്ദേഹം ശ്രീകോവിലിൽ മുറജപം ആരംഭിച്ചു. ഒരു മുറ ജപിച്ചു കഴിയാൻ 3 ദിവസം വേണം. അദ്ദേഹം വളർന്നാൾ മുറജപം ക്ഷേത്രത്തിൽ ജപിച്ചു. ഇന്നും ചോറ്റാനിക്കരയിൽ നട തുറന്നതിന് ശേഷം മാത്രമേ കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കുകയുള്ളൂ. ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഉള്ളത്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ ഒരു സരസ്വതി ക്ഷേത്രം വേണമെന്ന് ആഗ്രഹിച്ച് ശങ്കരാചാര്യർ മൈസൂരുള്ള ചാമുണ്ടേശ്വരിയെ ഭജിച്ചു. അതുപ്രകാരം കേരളത്തിൽ വന്ന് കുടിയിരിക്കാമെന്ന് ചാമുണ്ടേശ്വരി സമ്മതിക്കുകയും കേരളത്തിൽ എത്തുന്നവരെ തിരിഞ്ഞു നോക്കരുത് എന്ന് ശങ്കരാചാര്യരോട് പറയുകയും ചെയ്തു. തന്റെ പദനിസ്വനം കേട്ട് മുന്നോട്ട് പോവുക എന്ന് ശങ്കരാചാര്യരോട് കൽപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ പദനിസ്വനം കേൾക്കാതാവുകയും ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അതോടുകൂടി അമ്മ ഇനിയും മുന്നോട്ട് വരില്ല എന്ന് പറയുകയും അതും പ്രകാരം ശങ്കരാചാര്യർ അതീവ ദുഃഖിതനാവുകയും ചെയ്തു. മനസ്സലിഞ്ഞ ദേവി തന്റെ ചൈതന്യത്തിന്റെ ഒരു അംശം ആവാഹിച്ച് ചോറ്റാനിക്കര ഭഗവതിയിൽ ലയിപ്പിക്കാമെന്ന് ശങ്കരാചാര്യരോട് അരുളി ചെയ്തു. അതിരാവിലെ തന്റെ സാന്നിധ്യം ചോറ്റാനിക്കരയിൽ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത ശേഷം ശങ്കരാചാര്യർ തന്നെയാണ് മൂകാംബികയിലും ദേവിയെ പ്രതിഷ്ഠിച്ചത്. ശിവന്റെ ശ്രീകോവിലിനടുത്ത് ബ്രഹ്മരക്ഷസും യക്ഷിയും കുടികൊള്ളുന്നു എന്ന് നേരത്തെ പ്രതിപാദിച്ചല്ലോ. ഈ യക്ഷിയുടെ പ്രതിഷ്ഠയുടെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ തണ്ടാരപ്പള്ളി എന്ന ഒരു ഇല്ലമുണ്ടായിരുന്നു. അവിടുത്തെ കാരണവർ ആയിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു സ്ത്രീലടംബരനും കഥകളിപ്രാന്തനുമായിരുന്നു. ഒരു ദിവസം ഗുപ്തൻ നമ്പൂതിരി തൃപ്പൂണിത്തുറ കോവിലിന് അടുത്ത് കഥകളി കാണാൻ പോവുകയായിരുന്നു. പോകുന്ന വഴി ഗുരുനാഥനായ
ഗോശാപ്പള്ളി നമ്പൂതിരിക്ക് ഒരു ഗ്രന്ഥം കൊടുക്കുവാൻ തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നടന്ന് നേരെ ഇരുട്ടി. അപ്പോൾ അതാ മുന്നിൽ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു യുവതി. താൻ കാമാക്ഷി വാരസ്യാറാണെന്ന് അവർ അറിയിച്ചു. അങ്ങനെ പലതും പറഞ്ഞ് അവർ നടന്നു നീങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുപ്തൻ നമ്പൂതിരി ഗുരുനാഥനായ ഗോശാപ്പള്ളി നമ്പൂതിരിയുടെ ഇല്ലം കാണുന്നത്. ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്ത് കയറി ഗുരുനാഥന് ഗ്രന്ഥം സമ്മാനിച്ചു. ഗുപ്തൻ നമ്പൂതിരി ഒന്ന് മാറിയപ്പോഴാണ് ഗോശാപ്പള്ളി ആ സത്യം മനസ്സിലാക്കിയത്. തന്റെ ശിഷ്യന്റെ കൂടെ വന്നത് അതിഭയങ്കരിയായ ഒരു യക്ഷിയാണ്. ഇത് ഉടനെ തന്നെ ശിഷ്യനെ വിവരമറിയിച്ചു. രക്ഷയ്ക്കായി തന്റെ ഈറൻ തോർത്ത് അദ്ദേഹം കൈമാറി. അതിനുശേഷം ശിഷ്യനോട് പറഞ്ഞു, ഗുപ്ത, ഇനി നിന്നെ രക്ഷിക്കാൻ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് നീ തൃപ്പൂണിത്തുറ കോവില് അകത്തേക്ക് പോകേണ്ട, നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുക. ഭഗവതി നിന്നെ രക്ഷിക്കും. ഇതനുസരിച്ച് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കരയിലേക്ക് ഒറ്റ ഓട്ടമോടി. തൊട്ടുപുറകിൽ യക്ഷിയുമുണ്ട്. പല അവസരങ്ങളിലും തൊട്ടില്ല എന്ന രീതിയിൽ യക്ഷി ഉണ്ടായിരുന്നു. ഒടുവിൽ ചോറ്റാനിക്കര അമ്പലത്തിന്റെ തെക്കേ നട വരെ എത്തി. അപ്പോഴേക്കും നട തുറന്നു കഴിഞ്ഞിരുന്നു. അവിടെ ഒരു കാൽ അകത്തു വെച്ച് തോർത്ത് എറിയാൻ ശ്രമിച്ചപ്പോൾ യക്ഷി അയാളുടെ മറ്റേ കാലിൽ കയറി പിടിച്ചു. ഗുപ്തൻ നമ്പൂതിരി ഭഗവതിയെ ഉറക്കെ വിളിച്ചു കരഞ്ഞു. ഉടനെ തന്നെ ശ്രീകോവിലിൽ നിന്നും ദേവി ഇറങ്ങി വന്ന് തൃശൂലം കൊണ്ട് യക്ഷിയുടെ തല അരിഞ്ഞു വീഴ്ത്തി. ഗുപ്തൻ നമ്പൂതിരി ദേവിയുടെ കാൽക്കൽ വീണ് സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു. ദേവി അയാളെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ യക്ഷിയും ക്ഷേത്രത്തിൽ ഒരു സ്ഥാനമുണ്ടായി. ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കോട്ട് കുത്തനെയുള്ള പടികളാണ്. അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ ഒരു തീർത്ഥക്കുളത്തിന്റെയും അതിനപ്പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമായുള്ള മറ്റൊരു ഭഗവതി ക്ഷേത്രത്തിന്റെയും മുന്നിലെത്താം. ഇതാണ് പ്രസിദ്ധമായ കീഴ്ക്കാവ്. ഭദ്രകാളി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വില്യമംഗലം സ്വാമിയാറാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തി വന്ന വില്യമംഗലം സ്വാമിയാർ ഒരിക്കൽ ചോറ്റാനിക്കരയിലും ദർശനത്തിലെത്തി. ക്ഷേത്ര ദർശനത്തിനു മുമ്പ് സ്നാനാദി കർമ്മങ്ങൾക്കും തർപ്പണാദികൾക്കും ക്ഷേത്ര കുളത്തിലിറങ്ങി. അദ്ദേഹത്തിന്റെ കാലിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ തോന്നി. അദ്ദേഹം അത് ഉയർത്തിയെടുത്തു. അത് ഭദ്രകാളിയുടെ ചതുർബാഹു വിഗ്രഹമായിരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം വിഗ്രഹം കുളത്തിന്റെ കിഴക്കേ കരയിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഉണ്ടായത്. കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ശാസ്താക്ഷേത്രം. മേൽക്കാവിന് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേക മതിൽക്കെട്ടോടുകൂടിയാണ് ശാസ്താവിന്റെ ക്ഷേത്രം. പ്രധാന മൂർത്തിയായ ശാസ്താവ് പൂർണ്ണ, പുഷ്കല എന്നീ പത്നിമാരോടൊപ്പം കിഴക്കോട്ട് ദർശനമരുളുന്നു. ഇതിനു പിന്നിലും ഒരു കഥയുണ്ട്. മേപ്പാഴൂർ മനയിലെ നമ്പൂതിരിയുടെ പരദേവതയായിരുന്നു ഈ ശാസ്താവ്. ഒരിക്കൽ നമ്പൂതിരി ദുഷ്ടശക്തികളെ ഓടിക്കുവാൻ ശാസ്താവിനെ ചോറ്റാനിക്കരയിലേക്ക് അയച്ചു. കാലാന്തരം ശാസ്താവ് അവിടെ തന്നെ കുടിയിരുന്നു. ഇപ്പോൾ ശാസ്താവ് ക്ഷേത്ര പാലകനായി കണക്കാക്കപ്പെടുന്നു. ശബരിമല മണ്ഡലകാലത്ത് മാലയിടലും കെട്ടുനിറയ്ക്കലും നടക്കുന്നത് ഈ നടയിലാണ്. ബാധയുടെ ഉപദ്രവമായി ഇവിടെ വരുന്നവരെ മേൽക്കാവിലെ ശാസ്താവിന്റെ നടയിലേക്ക് അയക്കുന്നു. ശാസ്താവിന്റെ നടയിൽ എത്തുമ്പോൾ തന്നെ മിക്ക ബാധകളും ഒഴിഞ്ഞു പോകും. തന്നെ കൊണ്ട് ഒഴിപ്പിക്കാൻ കഴിയാത്ത ബാധകളെ ശാസ്താവ് കീഴ്ക്കാവിൽ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞുവിടും. അവിടെ വെച്ച് ബാധകളെല്ലാം തീരും. കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ വടക്ക് വശത്ത് ഉള്ള പാലമരത്തിൽ ആണി കൊണ്ട് തറച്ച് ഇടും. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു പാലമരം നിൽപ്പുണ്ട്. ഈ പാലയുടെ 7 അടി ഉയരം വരും. ആണിയും ലോഹത്തകിടുമാണ്. ദേവിയെ ഉപാസിച്ചതിന്റെ ഫലമായി വിട്ടുമാറിയ ബാധകളെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇനി മറ്റാരെയും ഉപദ്രവിക്കാത്ത രീതിയിലാണ് ബാധകളെ ആണിയടിച്ച് ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. ബാധകാരിയുടെ മുകളിലുള്ള ശാസ്താവിന്റെ നടയിൽ വരുത്തി തുള്ളിച്ച് ഉച്ചപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ദേവീ സന്നിധിയിൽ എത്തിച്ച് സത്യം ചെയ്ത കീഴ്ക്കാവിലേക്ക് അയക്കുന്നു. ഭദ്രകാളിയെ തൊഴുത് വഴിപാട് കഴിച്ചു ബാധകളെ പാലമരത്തിൽ തറക്കുകയാണ് പതിവ്. മേൽക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട്. മേൽക്കാവിൽ നിന്നും പടിയിറങ്ങി വരുമ്പോൾ കീഴ്ക്കാവ് കാണാം. കീഴ്ക്കാവിന് തൊട്ടു മുമ്പിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഒരു വശത്തായി ധർമ്മശാസ്ത്ര ക്ഷേത്രവും കാണാം. 2 ക്ഷേത്രങ്ങളും ഒന്നിച്ചാണ് ഈ കുളം. അത്യുഗ്രമൂർത്തിയായ ദേവിയാണ് കീഴ്ക്കാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
കുംഭമാസത്തിലെ മകന്നാളിൽ വെല്ലിമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് കീഴ്ക്കാവിൽ എന്നാണ് വിശ്വാസം. ഒരടിയോളം ഉയരമുള്ള ഭഗവതിയുടെ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 4 കൈകളിലായി ത്രിശൂലവും വട്ടകവും ദാരികന്റെ ശിരസും വാളും ഒക്കെ ധരിച്ച രീതിയിലാണ് നമുക്ക് ദർശനം നൽകുന്നത്. തൃപ്പൂണിത്തറ, പുലിയന്നൂർ മലയ്ക്കൽ നമ്പൂതിരിപ്പാട്, തൃശൂർ ഇളവള്ളി മഠം നമ്പൂതിരിപ്പാട് എന്നിവരാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ തന്ത്രിമാർ. ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ ഇവർ തന്ത്രിമാരാവുകയാണ് പതിവ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു പാലമരം നിൽപ്പുണ്ട്. പാലമരത്തിന്റെ 7 അടി ഉയരം വരെ ആണിയും ലോഹത്തകിടുമാണ്. ദേവിയെ ബന്ധിച്ചതിന്റെ ഫലമായി വിട്ടുമാറിയ ബാധകളെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നു. ബാധ കയറിയവരെ മുകളിലുള്ള അമ്പലത്തിന്റെ ശാസ്താവിന്റെ നടയിൽ വരുത്തി തുള്ളിക്കും. മേൽക്കാവിൽ പവിഴമല്ലിത്തറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കപാലീശ്വരമൂർത്തിയായ ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അടുത്തുതന്നെ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. തെക്കുവശത്ത് നാഗപ്രതിഷ്ഠകളുമുണ്ട്. നിത്യേന 5 പൂജകളും 3 ശിവേരികളുമുള്ള മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. 4 മണിക്ക് നട തുറന്ന് നിർമാല്യം, അഭിഷേകം, മലർ നിവേദ്യം, അതുപോലെ 7 മണിക്ക് പന്തീരടി പൂജ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കും. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കും. ഏഴ് 30 അത്താഴപൂജയും കഴിഞ്ഞാണ് നട അടയ്ക്കുന്നത്. പ്രധാന വഴിപാടുകൾ ഗുരുതി പൂജ, മണ്ഡപത്തിലെ പാട്ട് എന്നിവയാണ്. ധാര പ്രധാന വിശേഷമാണ് ഇവിടെ. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറോട്ടോടുകൂടിയാണ് ഇവിടെ 9 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഉത്സവത്തിന്റെ 7ാം നാളാണ് വിശ്വപ്രസിദ്ധമായ മകംതൊഴിയിൽ നടക്കുന്നത്. പിറ്റേ ദിവസം ഉത്രം തൊഴിയിലും നടക്കുന്നു. ദുർഗാദേവി ആയതിനാൽ എല്ലാ ദിവസവും കൊടിയേറ്റ് കഴിഞ്ഞ് എല്ലാ ദിവസവും ആറാട്ടും ഇവിടെ നടക്കാറുണ്ട്. ഉത്രം നാളിൽ വലിയ ആറാട്ടിന് ശേഷം കൊടിയിറങ്ങുന്നു. അത്തം നാളിൽ കീഴ്ക്കാവിൽ ഗുരുതി നടക്കുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ ഭഗവതിയും ശാസ്താവും ദേശസഞ്ചാരത്തിലായിരിക്കും. പറയെടുപ്പാണ് ദേശസഞ്ചാരത്തിലെ പ്രധാന വഴിപാട്. ഉത്രം നാളിലാണ് പ്രധാന ആറാട്ട്. എങ്കിലും ഉത്സവ ദിവസങ്ങളിലെല്ലാം ആറാട്ട് നടക്കാറുണ്ട്. കന്നിമാസത്തിലെ നവരാത്രിയാണ് മറ്റൊരു പ്രധാന ആഘോഷം. നവരാത്രി നാളിൽ കുട്ടികൾക്ക് എഴുത്തിനിരുത്ത് നടത്തുന്നു. മൂകാംബിക ദേവിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പ്രതിഷ്ഠാ ദിനത്തിന് 3 ദിവസത്തെ ആഘോഷവുമുണ്ട്. വൃശ്ചിക മാസം മുഴുവനും അതുപോലെ ധനുമാസത്തിലെ ആദ്യ 11 ദിവസവും ഇവിടെ മണ്ഡലകാലം വിപുലമായി ആഘോഷിക്കുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം പൗർണമിയായി കൂടിയ ദിവസമാണ് തൃക്കാർത്തിക. ഈ ദിവസം ദേവിയുടെ ജന്മദിനമായും ആചരിക്കുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടന്നു വരാനുള്ള മകംതൊഴിൽ വിശ്വപ്രസിദ്ധമാണ്. ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എറണാകുളത്ത് വരുന്നവർ എറണാകുളത്ത് നിന്നും തൃപ്പൂണിത്തുറ റൂട്ടിൽ കരിങ്ങാച്ചിറ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ചോറ്റാനിക്കരയ്ക്ക് നമുക്ക് വാഹനങ്ങൾ കിട്ടുന്നതാണ്. 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. നമ്മുടെ ചൈതന്യങ്ങളായ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ സന്ദർശിക്കാൻ കഴിയുന്നവരെല്ലാം കഴിയുന്ന മുറയ്ക്ക് സന്ദർശിക്കുന്നത് നല്ലതാണ്. ഇനിയും മറ്റ് ഒരു ക്ഷേത്രത്തിന്റെ ബ്ലോഗുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.